ഹായ് ഡിയേഴ്സ്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത വീഡിയോ ആണ്. നമ്മൾ ഈ ആഴ്ച ഒരു അഡൾട്ട് ഗ്രാപ്പാരറ്റിൻ്റെ പെയറിനെ വാങ്ങാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നല്ല, അതായത് തിരുവനന്തപുരത്ത് നമ്മൾ താമസിക്കുന്നിടത്തു നിന്നല്ല, കൊരട്ടി ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ ആഴ്ച മനുവേട്ടന് എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ പോയി എടുക്കാനുള്ള പ്ലാനിലായിരുന്നത്. അപ്പോൾ നാളെ ഇപ്പോൾ ആ കിളിയുടെ ഓണർ, ആ ചേട്ടന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഇവിടെ കഴക്കൂട്ടത്ത് അവിടെ വരെ എത്തിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് പോയി പിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ജനലുമ്മലാണ് കേട്ടോ നമ്മൾ കിളിക്കൂട് സെറ്റ് ചെയ്യണത്. മുന്നേ സെനഗൽ പാരറ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജണ്ടേകുനൂറും ഇവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഈ ജനലുമ്മലാണ് കൂട് വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ആ ജനലുമ്മ ഫിറ്റ് ചെയ്തിട്ടുള്ള കൂടാണ് കേട്ടോ ഇതിപ്പോൾ പകലെടുത്ത വീഡിയോ ആയ കാരണം കൊണ്ടാണ് അവിടെ നല്ല വെളിച്ചം. ഞാനിപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ രാത്രിയാണ്. അവർ വിളിച്ച് പറഞ്ഞതിന് ശേഷം രാത്രി എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ കിളികളെയൊക്കെ നമ്മൾ നാട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കൂട് ഊരി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളെ ഇപ്പോൾ പാരറ്റിനെ കൊണ്ടുവരുമ്പോഴേക്കും അല്ലെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ കൂട് സെറ്റ് ചെയ്യണ വീഡിയോയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയും നാളെ രാവിലെ തന്നെ ആണ് ആ കിളി എത്തുക. അപ്പോൾ ആ വീഡിയോയും 2 പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെക്കേഷന് വീട്ടിൽ പോയപ്പോൾ, അതായത് തൃശ്ശൂർ പോയപ്പോൾ കിളികളെ അവിടെ കൂട് പണിത് അവിടെ സെറ്റാക്കി കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളായിരുന്ന കിളികളൊക്കെ ഇവിടെ ചെറിയ ബാസ്ക്കറ്റിലൊക്കെയാണ് വെക്കാറ്. അതിനുശേഷം അത് സെല്ല് ചെയ്ത് പോയി. അപ്പോൾ കൂട് അവിടെ നിന്ന് ഊരി മാറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കിളി എത്തനായിട്ടുള്ള മുന്നായിട്ട് ഇവിടെ കൂട് സെറ്റ് ചെയ്യണം. ഈ കിളിക്കൂട് ഇവിടെ ഈ ജനലുമ്മ നമ്മൾ കമ്പി വെച്ച് കെട്ടി തൂക്കി വയ്ക്കും. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ കിളീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുതിയ പെയറാണല്ലോ. അപ്പോൾ അവിടെ വീട്ടിൽ അച്ഛനാണ് നോക്കുന്നത് കിളീനെ. അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ പെയറിനെ അവിടേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുഡും സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ആവണമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ വരെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലിട്ടിട്ട് വെക്കേഷൻ എന്തായാലും നാട്ടിൽ പോവും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റാക്കാന്നുള്ള പ്ലാനാണ് ഇപ്പോൾ വിചാരിക്കണത്. അപ്പോൾ അതിനുള്ളിൽ കിളിക്കും നമ്മളെ കണ്ട് ആ 2 ബേർഡ്സിനും ഒരുവിധം പരിചയമാവുമല്ലോ. പിന്നെ അവരുടെ ഫുഡിൻ്റെ ഇതാണെങ്കിലും ഫുഡ് ഇപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു റുട്ടീൻ വരുത്താവുന്നതേ ഉള്ളൂ. പിന്നെ കിളിക്ക് നമ്മളെയുള്ള ഒരു പരിചയം അതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇവിടെ കൊണ്ടിടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ അതേ പാരറ്റിനെ വാങ്ങിയപ്പോൾ ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ഇവിടെ അല്ല, തിരുവനന്തപുരത്തല്ല, തൃശ്ശൂരത്തെ വീടിൻ്റെ ഉള്ളിൽ തന്നെ കൂട് വെച്ചിട്ട് ചെറിയൊരു കൂടാണ്. കുറച്ച് ദിവസം വീടിൻ്റെ ഹാളിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീടിൻ്റെ മുകളിലേക്ക് കൂടൊക്കെ പണിത് ഇട്ടത്. ഇതിപ്പോൾ എന്തായാലും ഒരു 2 മാസത്തോളം ആ പെയർ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 11 മണിയാവാറായിട്ടോ. പിള്ളേർ 2 പേരും ഉറങ്ങി. നാളെ ഇനിയിപ്പോൾ പെട്ടെന്ന് കിളി വരുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് രാത്രി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നാളെ കിളീനെ കൊണ്ടുവന്നിട്ട് ഉള്ള വിശേഷങ്ങൾ പിന്നീട് പറയാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ കിളികളുടെ വീഡിയോ ഒക്കെ സെനഗൽ പാരറ്റിൻ്റെയും പിന്നെ ജണ്ടേകനൂർ പിന്നെ ബേബി പാരറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, സെനഗൽ പാരറ്റിൻ്റെയും ഗ്രേ പാരറ്റിൻ്റെയും ഒക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോ ഒക്കെ ചാനലിൽ കിടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. ഓക്കെ, ബൈ. That I could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job, find some peace in the stations that I throw on. But I wish there was a song with your name
as the title. Oh yeah, I wish there was a song with your name as the title. Oh yeah. And the moods that I hate, I tend to embrace. Wonder why I'm so opposite, I'm so backwards and upside down. I'm such a clown, but I've got no friends.